ഏജ് 47 ആണ് അല്ലേ എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഏജ് റിവേഴ്സൽ പോസിബിൾ ആണെന്ന് പറയാൻ കാരണം ഇതിപ്പോൾ നമ്മൾ സെൽഫ് ഫോർമേഷൻ ഡൗൺ ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡയറ്റിംഗ് ഒക്കെ ചെയ്തു, അപ്പോൾ കുറച്ച് മസിൽസ് വീക്കായി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് താന്നു പോയത് കൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത്. പിന്നെ നല്ല രീതിയിൽ ഫൈൻ ലൈൻസ് ഉള്ള സ്കിന്നാണ്, കണ്ണ് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്, ഡാർക്ക് സർക്കിൾസാണ്, പിന്നെ ഈ ലിപ്പ് ഏരിയ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഈ കോസ്മെറ്റിക് അക്യുപഞ്ചറിൽ റിവേഴ്സ് ചെയ്യുന്നത് പോസിബിളാണ്. എന്നു വെച്ചാൽ സെൽഫ് ഫോർമേഷൻ എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് പുതിയ സെൽസ് വരുമ്പോൾ ആൾറെഡി ഉള്ള സെൽസ് എൻറിച്ച് ആകുമ്പോൾ പിഗ്മെൻറ്റേഷൻ ലൈറ്റ് ആയിക്കോളും. അതുപോലെ തന്നെ കണ്ണെന്ന് പറയുന്നത് സോക്കിയും മസിലിൽ ഒരു ഐബോളിന് വെയിറ്റ് ഉള്ളത്, അതുകൊണ്ട് താന്നു പോകുമ്പോൾ ഈ മസിലൊക്കെ ഡ്രൂപ്പ് ഔട്ട് ആയതാണ്. നമുക്കിത് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉള്ള ഒരു കേസായിട്ട്. പിന്നെ ഫോർഹെഡ് ലൈൻസ് ആയിട്ടുണ്ട്, ഏജ് 40 ഓവർ ഏജ് തോന്നുന്നല്ലേ മറ്റുള്ളവർ പറയും. നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് റിവേഴ്സിങ് പോസിബിളാണ്. സെൽഫ് ഫോർമേഷൻ ഇനിഷ്യൽ സ്റ്റേജിൽ 2 സിറ്റിംഗ് എടുക്കുക. വീഡിയോസ് കണ്ടിട്ടല്ലേ? ഒത്തിരി കണ്ട് എൻ്റെ പ്രോബ്ലം മാറ്റി തരാൻ പറ്റും. ഒരുപാട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് പിന്നെ അത് നോക്കി വന്നപ്പോഴാണ് കൂടുതൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒത്തിരി മോനായിരുന്നു ഒരുപാട്, കാരണം സമയം കിട്ടാറില്ലെങ്കിലും രാത്രി ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിൾ ആണെന്ന് തോന്നിയാണ് ഞാൻ വന്നത്. ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഡിസിൻ ഇല്ല, ഇഞ്ചക്ഷൻ ഇല്ല, ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നാച്ചുറലി നമ്മുടെ പുതിയ സെൽസ് ഇപ്പം നമ്മൾ എല്ലാ ബോഡി ഇപ്പം ജെൻസ് ആയാലും ലേഡീസിനായാലും നമ്മൾ സെൽഫ് ഫോർമേഷൻ എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് ഓർഗൻ്റെ പ്രസൻറ്റ് ഡേയിലെ കണ്ടീഷൻസ് അക്യുപഞ്ചർ എന്നുള്ള മെത്തേഡ് വഴി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പം ബോഡി സെക്രീഷൻ മോഡിൽ വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ബോഡിക്കും ലിവർ ഡീടോക്സ് ആണ് കൊടുക്കുന്നത്. അപ്പം ലിവറിൻ്റെ കണ്ടീഷൻസാണ് ഓൾ ബോഡി സെക്രീഷൻസ് ഡൗൺ ആക്കുന്നത്. അപ്പോൾ അതാണ്. പിന്നെ സ്ത്രീകളിൽ മെയിനായിട്ട് ഏജിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് നമ്മൾ മെനോപോസിലോട്ട് എടുക്കുക, അപ്പം ബോഡി നമ്മുടെ സെൽഫ് ഫോർമേഷൻ ബോഡി സെക്രീഷൻസ് ഡൗൺ ആക്കുന്നതാണ്. നമ്മൾ ഈ അക്യുപഞ്ചർ മെത്തേഡ് വഴി ബോഡിയെ ട്രിഗർ ചെയ്ത് സെക്രീഷൻ മോഡിൽ വരുമ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ 1.5 മണിക്കൂർ എടുക്കുന്ന ഒരു സെഷനിൽ സക്ഷൻ കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മൈന്യൂട്ട് വെയിൻസ് ആൻഡ് കാപ്പിലറീസിനെ നിവർത്തിയെടുക്കുക. കാരണം അക്യുപഞ്ചർ മെത്തേഡ് വഴി നമുക്ക് സെക്രീഷൻ കൊണ്ടുവരുന്നത് പോസിബിളാണ്. അപ്പോൾ നമ്മൾ ഈസി ഫ്ലോ ആയിട്ട് കുറച്ച് പെട്ടെന്ന് കൊണ്ടുവന്ന് നിറയ്ക്കുക. ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് ഒരു ട്യൂബിൽ വെള്ളം നിറയ്ക്കുന്നു, അത് കൺവേർട്ട് ടു സെൽസ് ആവാൻ ഒരു 2 to 3 വീക്സ് എടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് കോൺഫിഡൻ്റ് ആകുമ്പോൾ അടുത്ത സിറ്റിങ് അതൊരു ബൂസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് 3-4 മന്ത്സിലാണ് നല്ലൊരു കൺവേർഷൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നിങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലേ വരുന്നത്.